ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന് പറയുമ്പോൾ അതൊരു നവോത്ഥാനത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് കാണിക്കാനും അത് ഉയർത്തി വെക്കാനും കാണിക്കുന്ന സർക്കാരിന് ഒരു തുല്യതയുടെ വിഷയം വരുമ്പോൾ അതിനകത്ത് ആ രീതിയിലൊരു ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അത് പക്ഷെ ആരിഫിനകത്തൊരു പ്രധാന പ്രശ്നമായി മറ്റുള്ളവർ ആരോപിക്കുന്നത് ഡെമോഗ്രഫിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു ഇതര സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ ജനകീയാസൂത്രണം ഫലപ്രദമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ വന്നാൽ എന്താണ് പ്രശ്നം? ഇവിടെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ എന്നൊരു ചോദ്യമാണ് അവിടെ പ്രധാനമായും തിരിച്ചുന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ പ്രധാനമന്ത്രിയായാലും എന്താ കുഴപ്പം? മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്റർ ആയാലും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റാർക്കും അവസരം കൊടുക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ലഭിക്കാത്ത രീതിയിൽ ഇത് ഒരു സ്ക്യൂ ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ ഇതൊരു വശത്തേക്ക് അങ്ങ് മാറ്റപ്പെടുന്നു എന്നുള്ളൊരു ഒരു ചിന്ത അതാണ് ഇവിടെ ഉടലെടുക്കുന്നത്. ഈ ചിന്ത എങ്ങനെയാണ് വരുന്നത്? ഇതാണ് നമ്മളെ ചോദ്യം. കാരണം ഇവിടെ ഒരു വശത്ത് ഞാൻ ഈ പറഞ്ഞ പോലുള്ള വിഷയങ്ങളിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് സർക്കാർ വഴങ്ങുകയും ചെയ്യുക എന്ന് വരുമ്പോൾ ഈ പവറിലില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇവർ പവറിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് അവിടുത്തെ പ്രശ്നം.